സിഇഒയെ പരിചരിക്കാനെത്തിയ ജോലിക്കാരിയായ പെൺകുട്ടിയാവട്ടെ അയാളെ വിരുന്നിനായി ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവട്ടെ ജോലിക്കാരിയായ പെൺകുട്ടിയുടെ കയ്യിലേക്ക് വെയിറ്റർ ഭക്ഷണത്തിന്റെ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് $10,000 ആയി എന്ന് കണ്ട പെൺകുട്ടിയാവട്ടെ വല്ലാതെ ഞെട്ടുന്നുണ്ട്. അവൾക്ക് ബില്ല് പേ ചെയ്യാൻ വിമുക്തതയുണ്ടെന്ന് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ സിഇഒയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സിഇഒ ആവട്ടെ അയാളുടെ വാലറ്റും ഫോണും കാറിൽ വെച്ച് മറന്നിരുന്നു. എന്നാൽ കാര്യങ്ങൾ കുറെ കൂടി വഷളാവുകയായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെ പെൺകുട്ടി അവളുടെ ഫോൺ എടുക്കാൻ മറന്നിരുന്നു. കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ലടയ്ക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ വെയിട്രസ് ആവട്ടെ ഉടനടി തന്നെ ആ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു. റെസ്റ്റോറന്റിന്റെ ഓണർ ആവട്ടെ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കഴുകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വിവരം കേട്ട പെൺകുട്ടിയാവട്ടെ ഉടനടി തന്നെ അത് നിരസിച്ചിട്ട് അവൾ സിഇഒയെ ഇവിടെ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോയി അവളുടെ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറയുന്നു. അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് പേ ചെയ്യാമെന്നും പറയുന്നു. എന്നാൽ ഓണർ ആവട്ടെ അത് നിരസിക്കുന്നുണ്ട്. കാരണം അവള് ചിലപ്പോൾ മടങ്ങി വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അയാൾ അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ പാത്രങ്ങൾ കഴുകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ സിഇഒയുടെ വീൽ ചെയർ അയാൾക്ക് വിൽക്കാമെന്ന് പറയുന്നു. ആ വീൽ ചെയർ ആവട്ടെ $200 വിലമതിക്കുന്നതായിരുന്നു. എന്നാൽ ഇത് കേട്ട് വളരെയധികം ദേഷ്യം തോന്നിയ സിഇഒ ആവട്ടെ തന്റെ വീൽ ചെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ബോഡി ഗാർഡ്സ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് ബോഡി ഗാർഡ്സിനെ കണ്ട റെസ്റ്റോറന്റിലെ ഓണർ ആവട്ടെ സിഇഒയോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവർ കഴിച്ച ഭക്ഷണം ഫ്രീ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയും സിഇഒയും കൂടി കാറിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അവളാവട്ടെ വല്ലാതെ പേടിച്ചിരുന്നു. സിഇഒ അവളെ കുറ്റപ്പെടുത്തുമെന്ന് ഓർത്തിട്ട്. എന്നാൽ അവൾ പ്രതീക്ഷിച്ച പോലെ ഒരു കാര്യമായിരുന്നില്ല അവിടെ സംഭവിച്ചത്. എന്നാൽ സിഇഒ ആവട്ടെ വളരെയധികം സന്തോഷവാനായിരുന്നു. കാരണം ഇത്രയും നാളും ബോറിംഗ് ആയിരുന്ന അവന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഓർത്തിട്ട്. അവന്റെ ഇരുകാലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടതിന് ശേഷം അവന്റെ മാനസികാവസ്ഥ അസ്ഥിരമായിരുന്നു. പെൺകുട്ടി അവനെ പരിചരിക്കാനുള്ള ഒരു ജോലിക്കാരിയായി മാറുന്നതിന് മുമ്പ് തന്നെ 18 ആയമാരെ അവൻ അവിടെ നിന്ന് ഓടിച്ചിരുന്നു. അവനെ പരിചരിക്കാനുള്ള ഒരു ജ്ഞാനിയാവാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വന്നേറിഞ്ഞ് യുവാവട്ടെ അവളെയും പുറത്തേക്ക് അയക്കാൻ ബോഡി ഗാർഡ്സിനോട് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് യുവാവിന്റെ ഇളയ സഹോദരൻ സിഇഒയെ തടയുകയും അവളെ അവന്റെ ജ്ഞാനിയായി നിയമിക്കുന്നുമുണ്ട്. സിഇഒയുടെ ഇരുകാലുകളും എല്ലാ ദിവസവും മസാജ് ചെയ്തു കൊടുക്കണമെന്നൊരു ടാസ്ക് അവന്റെ ഇളയ സഹോദരൻ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. ഇളയ സഹോദരൻ നൽകിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പെൺകുട്ടിയാവട്ടെ സിഇഒയെ അന്വേഷിച്ചു പോകുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർവൈലൻസ് ക്യാമറ ഉപയോഗിച്ച് സിഇഒ ആവട്ടെ അവളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു.